മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 112:5 നമുക്ക് ധ്യാനിക്കാം. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. അമേരിക്കയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ജോർജ് വാഷിംഗ്ടണിൽ പാവങ്ങളോടുള്ള കരുണയും സ്നേഹവുമാണ് മുന്നിട്ട് നിന്നത്. ഒരിക്കൽ വേഷപ്രച്ഛന്നനായി കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു വാഷിംഗ്ടൺ. വഴിയരികിൽ വിചിത്രമായൊരു കാഴ്ച അദ്ദേഹം കണ്ടു. ഏതാനും പട്ടാളക്കാർ ഒരു തടി പൊക്കി വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ ഓരോ പ്രാവശ്യവും അവർ പരാജയപ്പെടുകയാണ്. അവർക്ക് നേതൃത്വം നൽകുന്ന കോർപ്പറൽ തുരുതര ആജ്ഞകൾ പുറപ്പെടുവിക്കുന്നു. ഉത്തരവ് നൽകുന്നതല്ലാതെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അയാൾ തയ്യാറാകുന്നില്ല. പാവം പട്ടാളക്കാർ അവർ പരമാവധി ശ്രമിക്കുന്നു. ഒരാൾ കൂടി അല്പം ബലം പ്രയോഗിച്ചാൽ അനായാസം തടിപൊക്കി വണ്ടിയിൽ കയറ്റാം. ഇതെല്ലാം സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയായിരുന്നു വാഷിംഗ്ടൺ. അദ്ദേഹം കോർപ്പറലിനെ നോക്കി സൗമ്യമായി പറഞ്ഞു, സ്നേഹിത, അവരെ ഒന്ന് സഹായിക്കുക. ഒരു കൈ താങ്ങിക്കൊടുത്താൽ നിശ്ചയമായിട്ടും ആ തടി വണ്ടിക്കുള്ളിലാകും. കോർപ്പറൽ പുച്ഛത്തോടെ പറഞ്ഞു, ഞാൻ ആരാണെന്നറിയാമോ? ഞാനാണ് കോർപ്പറൽ. ഞാൻ ആജ്ഞാപിക്കേണ്ടവരാണ്, അനുസരിക്കേണ്ടവർ ഇവരാണ്. ക്ഷമിക്കണം, താങ്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, വാഷിംഗ്ടൺ വിനയത്തോടെ പറഞ്ഞു. പിന്നീട് കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങി മേലങ്കി അഴിച്ചു കുതിരപ്പുറത്തിട്ടു. എന്നിട്ട് ലോറിക്കടുത്തേക്ക് നടന്നു. ഒരാൾ കൂടി തങ്ങളെ സഹായിക്കാൻ വരുന്നത് കണ്ടപ്പോൾ പട്ടാളക്കാർ സന്തോഷിച്ചു. നിമിഷങ്ങൾക്കകം തടി വണ്ടിക്കുള്ളിലായി. പട്ടാളക്കാർക്കുണ്ടായ സന്തോഷം അവർണ്ണനീയമാണ്. സാർ, അങ്ങയുടെ അഡ്രസ് ഞങ്ങൾക്കൊന്ന് തരണം. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, ഒരു പട്ടാളക്കാരൻ പറഞ്ഞു. വാഷിംഗ്ടൺ പോക്കറ്റിൽ നിന്നും ഒരു കാർഡ് എടുത്തു അവരുടെ നേരെ നീട്ടി. ആ കാർഡ് കണ്ട് അവർ ഒന്നടങ്കം ഞെട്ടി. ആർമി കമാൻഡർ ജനറൽ ജോർജ് വാഷിംഗ്ടൺ, ഇതായിരുന്നു വിലാസം. കോർപ്പറൽ വിറച്ചുകൊണ്ട് വാഷിംഗ്ടന്റെ കാലിൽ വീണു. സാർ, മാപ്പ് തരണം. വാഷിംഗ്ടൺ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ധൈര്യമായിരിക്കുക. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു സേവനവും നഷ്ടപ്പെടുത്തരുത്. അതാണ് നല്ല മേധാവിയുടെ ലക്ഷണം. അത്രയും പറഞ്ഞു വാഷിംഗ്ടൺ കുതിരപ്പുറത്തു കയറി. അന്നത്തെ ആ കമാൻഡർ പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായി തീർന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും മികച്ച ദൃഷ്ടാന്തമായി നമുക്ക് കാണാവുന്നതാണ്. ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, കാരുണ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അന്യരോട് കാരുണ്യം കാണിക്കണം. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.